ഹലോ വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. ഓണസദ്യ സീരീസിൽ അടുത്തായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കൂട്ടുകറിയാണ്. വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെയാണ് കൂട്ടുകറി വെക്കുന്നതെന്ന് നോക്കാം. നാടൻ വിഭവങ്ങൾക്ക് എപ്പോഴും നല്ലത് മൺചട്ടി തന്നെയാണ്. അപ്പോൾ ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് പകുതി വേവിച്ച കടല ഇടുക. പിന്നെ അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരേ വലിപ്പത്തിലെല്ലാം അരിയാൻ നോക്കണം. പിന്നെ ചേന ചെറുതായിട്ട് അരിഞ്ഞതും ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കുമ്പളങ്ങ അരിഞ്ഞതും എല്ലാം ഒരേ അളവെടുക്കാൻ നോക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ കടല വേവിച്ച വെള്ളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു അരക്കപ്പ് ഉണ്ടാവും അത്. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് ഇളക്കിയിട്ട് അടച്ച് വെക്കണം. ഒരു 3-4 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ഇതൊരു പകുതി കുക്കായിട്ടുണ്ടാവും. മീഡിയം തീയിലിട്ട് വേവിക്കാനായിട്ട് നോക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക. ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് അര ഭാഗം വെന്ത് കഴിയുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പിടണം. തേങ്ങയും ഉണക്കമുളകും ജീരകവും വെളുത്തുള്ളിയും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെക്കണം. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു 4-5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ടാവും. ഇത് മീഡിയം തീയിലിട്ടിട്ട് വേണം വേവിക്കാനായിട്ട്, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ചട്ടിക്ക് ചൂട് പെട്ടെന്ന് നിൽക്കുന്നത് കൊണ്ടിട്ടാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊന്ന് തേങ്ങ വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം ഉഴുന്നുപരിപ്പിടുക, കുറച്ചിട്ടാൽ മതി. പിന്നെ വറ്റൽമുളകും കൂടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് ഇളക്കി ചെറിയ തീയിലിട്ട് ഇളക്കാൻ നോക്കണം. നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന ടൈമിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് ഈ മിക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ അകത്തുള്ള എണ്ണ ഉൾപ്പെടെ ഇടണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, ടേസ്റ്റിയുമാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെള്ളമൊക്കെ വറ്റി കുറുകി വരുമ്പോൾ തന്നെ തീ ഓഫാക്കണം. അല്ലെങ്കിൽ ചട്ടിയുടെ ചൂട് കൊണ്ട് പിന്നെ അത് അതിലിരുന്ന് വെന്തിട്ട് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു റീ അടിക്കാം. കൂട്ടുകാരി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്